This program co-sponsored by Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ കന്നി ബജറ്റിൽ നേട്ടം കൊയ്തിരിക്കുന്നത് തീരദേശ മത്സ്യബന്ധന മേഖലയാണ്. ഇതോടൊപ്പം നമുക്ക് തുളസി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി കണ്ടിട്ട് തിരിച്ചു വരാം. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള വൻകിട പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പാക്കുമെന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻഷിപ്പ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുക. പോർട്ട് സിറ്റി ഉൾപ്പെടുന്ന മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തിയതായി അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസിറ്റ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ വൻകിട നിക്ഷേപം ആകർഷിക്കും. ഖജനാവിൽ പണം കണ്ടെത്താൻ പരമ്പരാഗത വഴികൾ മാത്രം പോരാ. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായാണ് വിഭാവനം ചെയ്യുന്നത്. റോഡ്, റെയിൽ, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ്വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. വിഴിഞ്ഞം തുറമുഖത്തെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ബന്ധിപ്പിക്കുന്നതിന് ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് പദ്ധതികൾക്കായുള്ള സ്ഥലമേറ്റെടുക്കൽ, നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം ട്രാൻസിറ്റ്മെന്റ് ടെർമിനലിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾക്കായുള്ള സ്ഥലമേറ്റെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ നടപ്പിലാക്കും. വിഴിഞ്ഞം കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. വിഴിഞ്ഞം കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ഘട്ടം ഘട്ടമായി ജലഗതാഗത സംവിധാനം വികസിപ്പിക്കും. ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായ ചരക്ക് ഗതാഗതം, തുടർന്ന് യാത്രാ സേവനങ്ങൾ, അവസാന ഘട്ടത്തിൽ ജലാശയങ്ങളെ ബന്ധിപ്പിച്ച് ഏകീകൃത നെറ്റ്വർക്ക് എന്നിവ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആരോഗ്യമേഖലയ്ക്കും ഗണ്യമായ പരിഗണന തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലുണ്ടായിരിക്കുന്നത്. 2076.02 കോടി രൂപയാണ് ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ വകയിരുത്തിയത്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും പശ്ചിമേഷ്യൻ സംഘർഷമുണ്ടാക്കിയ സാമ്പത്തിക ആഘാതത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കിയാണ് വി.ഡി. സതീശൻ ബജറ്റ് പ്രഖ്യാപിച്ചത്. ആരോഗ്യമേഖലയ്ക്ക് ഗണ്യമായ പരിഗണന നൽകി 2076.02 കോടി രൂപയാണ് ഇത്തവണ ബജറ്റിൽ വകയിരുത്തിയത്. തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും പ്രഖ്യാപിച്ചു. കാസർഗോഡ്, ഇടുക്കി, വയനാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളുടെ നവീകരണത്തിനായി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കുടുംബങ്ങൾക്ക് 25 ലക്ഷം വരെയുള്ള സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ക്യാൻസർ പ്രതിരോധത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനുമുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്ന പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാദമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പ്രായോഗിക അറിവും നൽകാൻ സ്കൂൾ ഹെൽത്ത് ബ്രിഗേഡ് രൂപീകരിക്കും. അത്യാധുനിക ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചും ഡിജിറ്റലൈസ്ഡ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രൊജക്ട് നടപ്പാക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഈ സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ കാത്തിരുന്ന ജനങ്ങളെയും സർക്കാർ ജീവനക്കാരെയും ഒരുപോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിരാശപ്പെടുത്തിയെന്ന റിപ്പോർട്ടുമുണ്ട്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധന ഉണ്ടായില്ലെന്നും ശമ്പള പരിഷ്കരണവും കുടിശ്ശികളുടെ വിതരണവും പ്രതീക്ഷിച്ചിരുന്ന സർക്കാർ ജീവനക്കാർക്ക് ബജറ്റിൽ വലിയ തോതിലുള്ള അനുകൂല പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം KSRTCക്കും സ്വകാര്യ ബസ് മേഖലയ്ക്കും ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഏതായാലും ആ റിപ്പോർട്ടും നമുക്ക് കണ്ടിട്ട് വരാം. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹമേറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ ഇത്തവണ യാതൊരുവിധ വർധനവും വരുത്തിയിട്ടില്ല. ഇതോടൊപ്പം ശമ്പള പരിഷ്കരണവും കുടിശ്ശികകളുടെ വിതരണവും പ്രതീക്ഷിച്ചിരുന്ന സർക്കാർ ജീവനക്കാർക്കും ബജറ്റിൽ വലിയ തോതിലുള്ള അനുകൂല പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സർക്കാർ ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകുമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്.
ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. അതേസമയം LDF സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതി UDF സർക്കാർ പാടെ തള്ളി. മുൻ സർക്കാരിന്റെ പദ്ധതിയിൽ അവ്യക്തതയുണ്ടെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം KSRTCയിൽ സ്ത്രീകൾക്ക് അനുവദിച്ച സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുടെ നടത്തിപ്പിനായി 600 കോടി ബജറ്റിൽ വകയിരുത്തി. പ്രിയദർശിനിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയ്ക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ടായി. ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിച്ചു. കേരളത്തിൽ രജിസ്ട്രേഷനായി കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്തുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കും. ടൂറിസ്റ്റ് ബസ്സുകളിൽ നിലവിലെ സീറ്റൊന്നിന് 2000 രൂപ എന്ന നിരക്ക് 900 രൂപയായി കുറയ്ക്കും. സ്ലീപ്പർ ബസ്സിലെ സീറ്റൊന്നിന് 3000 രൂപ 1500 രൂപയായി കുറയ്ക്കുമെന്നും VD സതീശൻ അറിയിച്ചു. അതേസമയം കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുമെന്ന പ്രഖ്യാപനം ഇത്തവണത്തെ ബജറ്റിൽ നടപ്പായില്ല. യുവ സംരംഭകർക്ക് പലിശരഹിത വായ്പ നൽകുമെന്ന വാഗ്ദാനവും ഇത്തവണ ബജറ്റിൽ പരിഗണിച്ചില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. This program co-sponsored by പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.